അർപ്പണബോധം എന്ന് പറയും ചിലർ. സിനിമ അല്ലാണ്ട് അവർക്ക് സിനിമയ്ക്ക് വേണ്ടി അവർ എന്ത് ത്യാഗം കഴിക്കാനും തയ്യാറാണ്. ലാലേണ്ണ പോലെ, മമ്മൂട്ടിയെ പോലെ ഇവരൊക്കെ എന്ത് ത്യാഗം. ഇന്നിപ്പോൾ രാത്രി 12 മണിയോ 1 മണിയോ ഉറക്കമില്ലാണ്ട് ഷൂട്ട് ചെയ്യാനോ ഭക്ഷണം ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാനോ ഏത് കാട്ടിലോ ഏത് കടലിലോ എവിടെ വേണമെങ്കിലും പോയി ഷൂട്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. ക്യാമറ സ്റ്റാർട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ഉറക്കമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, അവർ അഭിനയിച്ചുകൊണ്ടിരിക്കും. അതാണ് സിനിമയോടുള്ള അർപ്പണബോധം. സിനിമയിൽ കിട്ടുന്ന കാശ് സിനിമയിൽ തന്നെ ചിലവാക്കുന്ന ആൾക്കാരാണ് ഇവർ സൂപ്പർ സ്റ്റാറുകൾ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു അർപ്പണബോധമുള്ള ഒരു നടിയുണ്ട്, രമ്യ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. നമ്മുടെ ഫേമസ് മോഹൻലാലിൻ്റെ പടങ്ങളിലൊക്കെ ഒരുപാട് അഭിനയിച്ചുള്ള നടിയാണ്. ആ നടിയുടെ കല്യാണം കഴിയുമ്പോൾ ആ നടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചത് തന്നെയല്ല, ഇവർ വളരെയധികം സിനിമയിൽ വരുന്നതിലും സിനിമ കണ്ടിട്ടും അങ്ങനെയൊക്കെ വളരെയധികം ഒരു ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ എന്തുണ്ടായി, ഈ ഒരു ദിവസത്തെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഡേറ്റ് കൊടുത്തത് ആർക്കാണ്? കല്യാണ ദിവസം കാലത്തേക്ക് വരെയുള്ള ഡേറ്റ് കൊടുത്തത് രാജമൗലി എന്ന് പറഞ്ഞൊരു പടത്തിനാണ് ഡേറ്റ് കൊടുത്തത്. പക്ഷേ കല്യാണത്തിനന്ന് ആൾ വേണ്ടേ? അപ്പോൾ അന്നാച്ചെങ്കിൽ ആ ഷൂട്ടിങ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടിയാണ്. അത് എടുത്തില്ല എന്നുവെച്ചാൽ പിറ്റേ ദിവസം സൂപ്പർ സ്റ്റാറിന് കിട്ടില്ല. പിന്നെ ആ ഒരു പാട്ട് സീനെ കംപ്ലീറ്റ് എടുക്കാനുള്ളത് തെലുങ്കിലത്തെ പടമാണ്. അപ്പോൾ എന്തുണ്ടായി, രമ്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ അഭിനയിക്കാൻ വരാം, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണത്തിന് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ടിൻ്റെ ഷൂട്ടിങ് കല്യാണത്തിൻ്റെ തലേ ദിവസം തുടങ്ങുക, പിറ്റേ ദിവസം കല്യാണം. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി അത് നീങ്ങിയാണ് പോയി. പുലർച്ചെ 3 മണി വരെ ആ പാട്ട് സീൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ചെന്നത് അവിടേക്ക് കല്യാണ മണ്ഡപത്തിലേക്ക്. അപ്പോൾ അതാണ് പറഞ്ഞത്, അർപ്പണബോധം ഒരു സിനിമയോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ്, ഇങ്ങനെയുള്ള നടന്മാരുണ്ടെങ്കിലാണ് സിനിമ നിലനിൽക്കുള്ളൂ, സിനിമയുടെ വ്യവസായം നിലനിൽക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പാട്ട് സീനിൽ വരില്ല എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഇനി വേറൊരു ദിവസം വെച്ചോളം വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറഞ്ഞില്ല, ആ നടിയുടെ ആത്മാർത്ഥത. അതുകൊണ്ട് വന്നു അവിടെ രാത്രി മുഴുവൻ ഉറക്കളഞ്ഞിട്ട് പിറ്റേ ദിവസം പോയിട്ട് കല്യാണം കഴിക്കുന്നത്. അതാണ് നമുക്ക് ഒരു ഗുഡ് സല്യൂട്ട് കൊടുക്കുന്നത്. മോഹൻലാൽ തൊടുത്തുവിട്ട അസ്ത്രമാണ് രമ്യ കൃഷ്ണൻ ഇനി എല്ലാ ഭാഷയിലും സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിച്ചു. നല്ലൊരു അഭിനേത്രിയാണ്. ബാഹുബലിയിൽ നമ്മളത് കണ്ടതാണ്. ഒരുപാട് ക്യാരക്ടറുള്ളൊരു നടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയോടും അതുപോലെ സിനിമാ നടന്മാരോടും പ്രേക്ഷകരോടും ഒരുപാട് ഇഷ്ടമുള്ളൊരു നടിയാണ്. പ്രേക്ഷകരെ മറന്ന് ഒന്നും രമ്യകൃഷ്ണൻ ചെയ്യാറില്ല. നമുക്ക് ആര്യനിലൊക്കെ കാണുമ്പോൾ ഒരു സാധു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അഭിനയം ബാഹുബലിയിൽ കണ്ടിട്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയി. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച പല നടികളും പിന്നീട് സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളായിട്ട് ആയിട്ടുണ്ട്. എല്ലാം തുടങ്ങി വയ്ക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ കൂടെ.